ഹലോ, നല്ല നമസ്കാരം. ഹഗ്. നീതിക്കും അവകാശങ്ങൾക്കും വേണ്ടി ഒരു സ്ത്രീ നടത്തുന്ന ശക്തമായ പോരാട്ടത്തിൻ്റെ കഥയാണ് ഹഗ്. ഇതിൻ്റെ കഥ എന്ന് നോക്കുമ്പോൾ ഷാസിയ ബാനു എന്ന മധ്യവർഗ മുസ്ലിം യുവതിയുടെ പോരാട്ടമാണ് സിനിമ. തുടങ്ങുന്നത് തന്നെ 1989 ഒരു റേഡിയോ സ്റ്റേഷനിലെ ഒരു ഷാസിയ ബാനുവിൻ്റെ ജീവിതകഥ വിവരിക്കുന്നതിലൂടെയാണ്. സിനിമ ആരംഭിക്കുമ്പോൾ 1967 പ്രശസ്തമായിട്ടുള്ള വക്കീലായിട്ടുള്ള അബ്ബാസിനെ ഷാസിയ വിവാഹം കഴിക്കുന്നു. അവർക്ക് 2 കുട്ടികളുണ്ടാകുന്നു. കാലക്രമണത്തിൽ അബ്ബാസിന് ഷാസിയയോടുള്ള ആ താല്പര്യം കുറയുകയാണ്. ഷാസിയ മൂന്നാമത് ഗർഭിണിയായിരിക്കെ അബ്ബാസ് സൈറ എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അവഗണനകൾ സഹിക്കാവയ്യാതെ ഷാസിയ തൻ്റെ 3 കുട്ടികളെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയാണ്. കുട്ടികളുടെ ചെലവിനായി പണം നൽകാമെന്ന് ആദ്യം ഏറ്റ അബ്ബാസ് പിന്നീട് അത് നിർത്തലാക്കുന്നു. പണത്തിനായി അബ്ബാസിനെ സമീപിച്ച ഷാസിയയെ അയാൾ മുത്തലാഖ് ചൊല്ലി ബന്ധം വേർപെടുത്തുന്നു. അബ്ബാസ് അവരെ മുത്തലാഖ് ചൊല്ലിക്കുകയും ബന്ധം അവസാനിപ്പിക്കുന്നതിനായി 2000 രൂപ നൽകുകയും ചെയ്യുകയാണ്. തൻ്റെ പിതാവിൻ്റെയും ബോലോ ജെയിൻ എന്ന് പറയുന്ന വനിതാ വക്കീലിൻ്റെയും സഹായത്തോടുകൂടി ഷാസിയ അബ്ബാസിനെതിരെ ജീവാംശത്തിനായി കേസ് ഫയൽ ചെയ്യുകയാണ്. സമൂഹത്തിൽ നിന്നും മതനേതാക്കളിൽ നിന്നും ഒരുപാട് വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വന്നെങ്കിലും അവർ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. കേസ് സുപ്രീം കോടതിയിലെത്തുകയാണ്. കോടതിയിൽ ഷാസിയ നടത്തിയ വൈകാരികമായിട്ടുള്ള പ്രസംഗം വളരെയധികം ശ്രദ്ധേയമാണ്. പുരുഷനും സ്ത്രീക്കും 2 നിയമമാണോ എന്ന് അവർ കോടതിയിൽ ചോദിക്കുകയാണ്. ഒടുവിൽ കോടതി ഷാസിയയ്ക്ക് അനുകൂലമായ ഒരു വിധി പ്രസ്താവിക്കുകയും അബ്ബാസിനോട് പ്രതിമാസം ജീവാംശം നൽകുവാൻ വേണ്ടി ഉത്തരവിടുകയും ചെയ്യുകയാണ്. ഖുറാനും ഭരണഘടനയും സ്ത്രീകൾക്ക് തുല്യമായ അവകാശങ്ങൾ നൽകുന്നുണ്ടെന്നും ചിലർ അത് തെറ്റായി വ്യാഖ്യാനിക്കുകയാണെന്നും ഷാസിയ കോടതിയിൽ വാദിക്കുകയാണ്. ഷാസിയ നടത്തുന്ന 10 വർഷം നീണ്ട നിയമ പോരാട്ടമാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം. മുസ്ലിം സ്ത്രീകളുടെ ക്ഷേമത്തിനായി ഇന്ത്യൻ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള ചരിത്രപ്രധാനമായിട്ടുള്ള ഒരു വിധിയെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പോസിറ്റീവ് ഘടകങ്ങൾ നോക്കുമ്പോൾ സ്ത്രീകൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുടുംബത്തോടൊപ്പം ഇരുന്ന് കാണാൻ കഴിയുന്ന നല്ലൊരു സിനിമയായിട്ടാണ് ഇതെനിക്ക് തോന്നിയത്. ഇതൊരു യഥാർത്ഥ ഫെമിനിസ്റ്റ് സിനിമയാണെന്നും അതോടൊപ്പം തന്നെ വിവാഹിതരായിട്ടുള്ള സ്ത്രീകളും വിവാഹമോചിതരായിട്ടുള്ള അവർ നിർബന്ധമായും കാണേണ്ട ഒരു ചിത്രമായിട്ടാണ് എനിക്ക് ഹഗ് തോന്നിയിട്ടുള്ളത്. ഇതിലെ പ്രകടനങ്ങൾ ശരിക്കും പറഞ്ഞാൽ യാമി ഗൗതം ചിത്രത്തിലെ ഹൃദയവും ആത്മാവും നൽകി അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ശരിക്കും പറഞ്ഞാൽ ആ സ്ത്രീക്ക് ഒരു ദേശീയ അവാർഡിനുള്ള എല്ലാ ഇതും ലഭ്യമാകാനുള്ള ഒരു പെർഫോമൻസ് തന്നെ ഇതിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇമ്രാൻ ഹാഷ്മി ഒരു നല്ലൊരു മികച്ച പ്രകടനം തന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രകടനം കാണാൻ സാധിച്ചു എന്നതും വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ സാങ്കേതിക വശങ്ങൾ നോക്കുമ്പോൾ വിശാൽ മിശ്രയുടെ സംഗീതവും പശ്ചാത്തല സംഗീതവും വളരെ മികച്ചതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സൗണ്ട് ഡിസൈനിങ്ങും ക്യാമറ വർക്കും സിനിമയുടെ ക്വാളിറ്റിയെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ നെഗറ്റീവ് പറയുമ്പോൾ സിനിമയുടെ ചില ഭാഗങ്ങളിൽ അല്പം വലിച്ചു നീട്ടുന്നതായിട്ടും ഒരേ കാര്യം തന്നെ ആവർത്തിക്കുന്നതായിട്ടും എനിക്ക് തോന്നി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ കീഴ്ക്കോടതിയും മേൽക്കോടതിയും സുപ്രീം കോടതിയും വരെ പോകുമ്പോൾ ഒരേ കാര്യം ഇങ്ങനെ ആവർത്തിക്കുന്നത് ഒരു ആവർത്തന വിരസത ഫീൽ ചെയ്യുവാൻ കാരണമാകുന്നുണ്ട്. സിനിമയിൽ മുസ്ലിം പാരമ്പര്യങ്ങളെയും മൗലവിമാരെയും വളരെ മൃദുവായിട്ടാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് ഈ സിനിമ. അവസാന രംഗത്തിൽ ഷാബാനുവിൻ്റെ നിയമ പോരാട്ടം ചരിത്രപരമായി രാഷ്ട്രീയ ഇടപെടലുകളാൽ പരാജയപ്പെട്ട ഒന്നായിരിക്കെ സിനിമയുടെ അവസാനം മുസ്ലിം സ്ത്രീകൾക്കായി ഒട്ടൊരു വലിയ സ്വാതന്ത്ര്യം ലഭിച്ചതായി കാണിക്കുന്നത് ശരിയായ ഒരു നിലപാടല്ല. അതോടൊപ്പം തന്നെ ഇതിൻ്റെ നിയമ പോരാട്ടം വെച്ച് നോക്കുമ്പോൾ ഇസ്ലാം മത നിയമങ്ങളെക്കാൾ ഉപരിയായി ഒരു ഇന്ത്യൻ പൗര എന്ന നിലയിൽ തനിക്ക് നീതി ലഭിക്കണമെന്ന് അവൾ വാദിക്കുന്നുണ്ട്. ഖുറാനിലെ അറിവ് വച്ച് തന്നെ അബ്ബാസിൻ്റെ തെറ്റായ വാദങ്ങളെ അവൾ കോടതിയിൽ നേരിടുമ്പോൾ കീഴ്ക്കോടതി 22 രൂപയും പിന്നീട് ഹൈക്കോടതി 150 രൂപയും പ്രതിമാസ ചെലവിനായി വിധിച്ചെങ്കിലും അബ്ബാസ് സുപ്രീം കോടതി വരെ ആ കേസ് വലിച്ച് നീട്ടിക്കൊണ്ട് പോവുകയാണ്. അവസാനം സുപ്രീം കോടതിയിൽ ഷാസിയ തൻ്റെ കേസ് വാദിക്കുകയും വിവാഹമോചിതരായിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും
മതഭേദമന്യേ ജീവാംശത്തിന് അവകാശമുണ്ടെന്ന ചരിത്ര പ്രധാനമായിട്ടുള്ള വിധി സമ്പാദിക്കുകയും ചെയ്യുന്ന ആ ഒരു കാര്യത്തെ ഇതിൽ ചിലയിടത്തെങ്കിലും വക്രീകരിച്ചിട്ടുണ്ട്. സിനിമയുടെ അവസാന ഭാഗം 1985 ഈ സുപ്രീം കോടതി വിധിക്ക് ശേഷം രാഷ്ട്രീയമായ സമ്മർദ്ദങ്ങളാൽ നിയമത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. പിന്നീട് 2019 മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കി നിരോധിച്ചതും പരാമർശിക്കുന്നുണ്ട്. രാഷ്ട്രീയപരമായ ഒഴിവാക്കലുകൾ ശരിക്കും ഷാബാനുവിൻ്റെ വിധി, സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം അന്നത്തെ ഗവൺമെൻറ് കോൺഗ്രസ് ഗവൺമെൻറ്റാണ്. കോൺഗ്രസ് ഗവൺമെൻറ് വോട്ട് ബാങ്കിനായി, രാഷ്ട്രീയത്തിനായി ആ വിധിയെ അട്ടിമറിച്ചതിനെക്കുറിച്ച് സിനിമയിൽ അവസാനം ജസ്റ്റ് ഒന്ന് എഴുതി കാണിച്ച് പോവുകയാണ് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഭരിച്ചിരുന്ന ഗവൺമെൻറ്റിൻ്റെ ആ ഒരു എന്താ പറയുക ഇടപെടലുകൾ കുറിച്ച് ഒരു രീതിയിലുള്ള പരാമർശവും ഇവിടെ നടത്തിയിട്ടില്ല. എന്തിനാണ് ഒരു ഗവൺമെൻറ്റിനെ പുകഴ്ത്തുവാനും ഒരു ഗവൺമെൻറ്റിനെ എഴുതി കാണിക്കുവാനും ശ്രമിക്കേണ്ട കാര്യമില്ലല്ലോ, പച്ചയ്ക്ക് അങ്ങ് പറഞ്ഞു പോയാൽ പോരെ. പക്ഷേ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2019 മുത്തലാഖ് ബില്ലിൻ്റെ ആ ഒരു പോസിറ്റീവിനെ ഉയർത്തി കാണിക്കുവാനും പഴയ കോൺഗ്രസ് ഗവൺമെൻറ് നടത്തി 1987 നടത്തിയിട്ടുള്ള ആ നിലപാടിനെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിമർശിച്ചു കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗവൺമെൻറ് ഭരിക്കുന്ന ഗവൺമെൻറ്റിനെ പുകഴ്ത്തുകയും മുമ്പ് ഭരിച്ചിട്ടുള്ള ഗവൺമെൻറ്റിനെ എഴുത്തിക്കാട്ടുകയും ചെയ്യുന്ന ആ ഒരു സമീപനം തികച്ചും തെറ്റാണ്. എന്തായിരുന്നാലും തീർച്ചയായിട്ടും എല്ലാ സ്ത്രീകളും, പ്രത്യേകിച്ച് ഇന്ത്യൻ സ്ത്രീകൾ മുസ്ലിം മതവിശ്വാസികളാണെങ്കിൽ തീർച്ചയായും ഈ സിനിമ കണ്ടിരിക്കണം എന്നുള്ള ഒരു വലിയ ഒരു നിയമപരമായിട്ടുള്ള ഒരു കോർട്ട് ഡ്രാമ എന്നതിനപ്പുറം ഇത് തീർച്ചയായും കണ്ടിരിക്കേണ്ട ചില നിയമവശങ്ങളെക്കുറിച്ച് പഠിക്കുവാനും ഖുറാൻ്റെയും അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെയും ഗുണങ്ങളെക്കുറിച്ചും സ്ത്രീകൾക്ക് ബോധ്യം നൽകുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഹഗ് ഫീൽ ചെയ്തിട്ടുള്ളത്. തീർച്ചയായും കാണുന്നത് നഷ്ടമാവില്ല എന്ന് ഉറപ്പ് പറയാൻ കഴിയും. അത്രയ്ക്കും നല്ല ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഹഗ് ഫീൽ ചെയ്തത്. താങ്ക് യു.